नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 71 ജരാസന്ധ മോക്ഷം, പേജ് നമ്പർ 706. ഭീമസേനനും ജരാസന്ധനും തമ്മിൽ യുദ്ധം തുടങ്ങി. അശനിപാതം പോലെ ശക്തിയുള്ള ഗദ കൊണ്ട് സമരാസക്തരായ അവർ പരസ്പരം കഠിനമായി പ്രഹരം തുടങ്ങി. ഇരുവരും ഗദായുദ്ധത്തിൽ പ്രവീണരായിരുന്നു. അവരുടെ ഏറ്റുമുട്ടൽ നാടകവേദിയിൽ രണ്ടു നാട്യകലാകാരന്മാർ നൃത്തം നടത്തുകയാണോ എന്ന് തോന്നിക്കും വിധം അതിമനോഹരമായിരുന്നു. ജരാസന്ധൻ്റെയും ഭീമസേനൻ്റെയും ഗദകൾ ഉച്ചത്തിൽ കൂട്ടിമുട്ടിയപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് ആനകളുടെ കൊമ്പുകൾ കൂട്ടിമുട്ടുന്നതുപോലെയോ മിന്നിമറയുന്ന വൈദ്യുതാവേഗത്തിലെ അശനിപാതം പോലെയോ ഉള്ള ശബ്ദമാണു അവിടെ കേട്ടത്. കരിമ്പിൻ തോട്ടത്തിൽ വച്ച് ആനകൾ ഏറ്റുമുട്ടുമ്പോൾ അവ കരിമ്പിൻ തണ്ടുകൾ ഒടിച്ചെടുത്തു തുമ്പിക്കൈയിൽ മുറുകെ പിടിച്ചു പരസ്പരം അടിക്കും. ഇരുവരും ശത്രുവിൻ്റെ തോളിലും കൈത്തണ്ടിലും തോളെല്ലിലും മാറത്തും തുടയിലും അരക്കെട്ടിലും തരം പോലെ മാറി മാറി അടിക്കുന്നതിനാൽ കരിമ്പിൻ തണ്ടുകൾ തകർന്നു പോകും. ഇതുപോലെ ജരാസന്ധനും ഭീമനും ഉപയോഗിച്ചിരുന്ന ഗദകൾ മുഴുവൻ തകർന്നുപോയി. അതിനാൽ യോഗി പ്രതിയോഗികൾ ഇരുവരും അവരുടെ ബലിഷ്ഠമായ മുഷ്ടി കൊണ്ട് യുദ്ധം തുടങ്ങി. ഇടിമുഴക്കത്തിൻ്റെയോ ഇരുമ്പ് ദണ്ഡുകൾ കൂട്ടിമുട്ടുന്നതിൻ്റെയോ ശബ്ദത്തിനു സമാനമായിരുന്നു അവരുടെ മുഷ്ടിപ്രഹരത്തിൻ്റെ ശബ്ദം. അവരെ കണ്ടാൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് ആനകളാണെന്നു തോന്നിയിരുന്നു. എങ്കിലും നിർഭാഗ്യവശാൽ ആർക്കുമാർക്കും എതിരാളിയെ തോൽപ്പിക്കാനായില്ല. രണ്ടുപേരും ഒരുപോലെ യുദ്ധവിദഗ്ധനായിരുന്നു. ഇരുവരും തുല്യ ബലവാന്മാരുമായിരുന്നു. യുദ്ധതന്ത്രങ്ങളും സമാനമായിരുന്നു. നിരന്തരമായി പരസ്പരം പ്രഹരിച്ചെങ്കിലും ജരാസന്ധനോ ഭീമസേനനോ പരാജയപ്പെട്ടില്ല, തളർന്നതുമില്ല. ഒരു പകലത്തെ യുദ്ധത്തിനു ശേഷം ഇരുവരും സുഹൃത്തുക്കളെ പോലെ ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ രാത്രി കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം അവർ വീണ്ടും ഏറ്റുമുട്ടി. ഇപ്രകാരം 27 ദിവസം യുദ്ധം തുടർന്നു. 28-ാം ദിവസം ഭീമസേനൻ കൃഷ്ണനോട് പറഞ്ഞു, പ്രിയപ്പെട്ട കൃഷ്ണ, ജരാസന്ധനെ കീഴടക്കാൻ എനിക്കാവില്ലെന്നു ഞാൻ തുറന്നു സമ്മതിക്കുന്നു. എന്നാൽ ജരാസന്ധൻ്റെ ജനനരഹസ്യം ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു. രണ്ടു വ്യത്യസ്ത ഭാഗങ്ങൾ രണ്ടമ്മമാർ പ്രസവിച്ചുണ്ടായതായിരുന്നു ജരാസന്ധൻ. ഈ ശിശു
ഉപയോഗശൂന്യനാണെന്നു കണ്ട് അതിൻ്റെ പിതാവ് ആ 2 ഭാഗങ്ങളും കാട്ടിലെറിഞ്ഞു കളഞ്ഞു. കുറേനാൾ കഴിഞ്ഞ് ജര എന്ന കന്മഷഹൃദയിയായ ഒരു ദുർമന്ത്രവാദിനി അവ കണ്ടെത്തി. അടിമുതൽ മുടിവരെ ശിശുവിൻ്റെ 2 അംശങ്ങളും കൂട്ടിച്ചേർക്കാൻ അവർക്കു കഴിഞ്ഞു. ഇതറിഞ്ഞ ഭഗവാൻ കൃഷ്ണൻ അയാളെ വധിക്കേണ്ടതെങ്ങനെയെന്നു മനസ്സിലാക്കി ജരാസന്ധനെ ജീവിപ്പിച്ചത് അവൻ്റെ ശരീരത്തിൻ്റെ ഇരുഭാഗങ്ങളും കൂട്ടിച്ചേർത്താകയാൽ ആ 2 ഭാഗവും പരസ്പരം വേർപെടുത്തി അവനെ വധിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഭീമസേനനു സൂചന നൽകി. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ശക്തി ഭീമസേനൻ്റെ ശരീരത്തിലേക്കു മാറ്റുകയും ജരാസന്ധനെ വധിക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ ഒരു മരച്ചില്ല ഒടിച്ചെടുത്ത് അതു നെടുകെ 2ആയി കീറി. ഇപ്രകാരം ജരാസന്ധനെ വധിക്കേണ്ടതെങ്ങനെയെന്നു അദ്ദേഹം ഭീമസേനനു സൂചന കൊടുത്തു. പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണൻ സർവശക്തനാണ്. അദ്ദേഹത്തിന് ആരെയെങ്കിലും വധിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും അവനെ രക്ഷിക്കാനാവില്ല. അദ്ദേഹം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആർക്കും വധിക്കാനും കഴിയുകയില്ല. ഭഗവാൻ കൃഷ്ണനിൽ നിന്നു കിട്ടിയ അറിവനുസരിച്ച് ഒട്ടും വൈകാതെ ഭീമസേനൻ ജരാസന്ധൻ്റെ കാലുകളിൽ കടന്നുപിടിച്ച് അയാളെ തറയിൽ വീഴ്ത്തി. ജരാസന്ധൻ തറയിൽ വീണയുടനെ ഭീമസേനൻ ജരാസന്ധൻ്റെ ഒരു കാലിൽ അമർത്തിക്കൊണ്ട് 2 കൈകളും ഉപയോഗിച്ച് മറ്റേ കാലിൽ പിടികൂടി. ഇത്തരത്തിൽ ജരാസന്ധൻ്റെ ശരീരം ഗുദം മുതൽ ശിരസ്സുവരെ ഭീമൻ 2ആയി കീറി. ആന മരത്തിൻ്റെ ശാഖ ചീന്തിയെടുക്കുന്നതുപോലെ ഭീമസേനൻ ജരാസന്ധൻ്റെ ശരീരം 2ആയി വേർപെടുത്തി. ഓരോ പകുതിയിലും ഒരു കാല്, ഒരു തുട, ഒരു വൃഷ്ണം, ഒരു മുല, പകുതി നട്ടെല്ല്, പകുതി മാറിടം, ഒരു തോളെല്ല്, ഒരു കയ്യ്, ഒരു കണ്ണ്, ഒരു ചെവി, പകുതി മുഖം എന്നീ രൂപത്തിൽ ജരാസന്ധൻ്റെ ശരീരം 2 പകുതികളായി വിഭജിച്ചിരിക്കുന്നതു തൊട്ടടുത്തു നിന്ന പ്രേക്ഷകർ കണ്ടു. ജരാസന്ധൻ്റെ മരണവാർത്ത പ്രഖ്യാപിച്ചപ്പോൾ മഗധയിലെ പൗരജനങ്ങൾ അയ്യയ്യോ എന്നു മുറവിളി കൂട്ടി. ആ സമയത്ത് അർജുനനും കൃഷ്ണനും ഭീമസേനനെ വാരിപ്പുണർന്ന് അനുമോദിച്ചു. ജരാസന്ധൻ വധിക്കപ്പെട്ടെങ്കിലും കൃഷ്ണനോ പാണ്ഡവ സഹോദരന്മാരോ സിംഹാസനത്തിന് അവകാശം ഉന്നയിച്ചില്ല. ലോകസമാധാനം സ്ഥാപിക്കുന്നതിനെതിരെ അയാൾ സൃഷ്ടിച്ചിരുന്ന കുഴപ്പങ്ങൾക്കു അറുതി വരുത്തുക എന്നതായിരുന്നു ജരാസന്ധവധത്തിലെ അവരുടെ ലക്ഷ്യം. അസുരൻ എപ്പോഴും കുഴപ്പങ്ങളുണ്ടാക്കുന്നു. അതേസമയം ദേവന്മാർ സദാ ലോകസമാധാനം നിലനിർത്താൻ യത്നിക്കുന്നു. ധാർമ്മികർക്കു സംരക്ഷണം നൽകുകയും സമാധാനസ്ഥിതിയെ അലങ്കോലപ്പെടുത്തുന്ന അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യുക എന്നതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ദൗത്യം. അതിനാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ ജരാസന്ധൻ്റെ പുത്രനായ സഹദേവനെ വിളിച്ചുവരുത്തി അനുഷ്ഠാന ചടങ്ങുകളോടെ പിതാവിൻ്റെ സ്ഥാനം കൈക്കൊണ്ടു സമാധാനപൂർവം രാജ്യം ഭരിക്കാൻ അയാളോടാവശ്യപ്പെട്ടു. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിനായകനാണു ഭഗവാൻ കൃഷ്ണൻ. എല്ലാവരും സമാധാനത്തോടെ ജീവിക്കാനും കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. സഹദേവനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച ശേഷം അദ്ദേഹം അനാവശ്യമായി ജരാസന്ധൻ തടവിൽ പാർപ്പിച്ചിരുന്ന രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും മുഴുവൻ മോചിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ജരാസന്ധ മോക്ഷം എന്ന 71-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.